മിസ്സിങ് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മാരേജിൽ ഇല്ല എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടൊരു കാര്യമാണ്. 4 years-ആയി അച്ഛൻ പോയിട്ട്. സോ അത് എനിക്ക് ഭയങ്കര ഒരു ലോസാണ്. അച്ഛനില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ഒരു വിഷമമാണ്. ആ ഒരു മിസ്സിങ് മാത്രമേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ. അല്ല, അമ്മയ്ക്കായാലും ഞാൻ വീട്ടിലെ ഒരു യങ്ങസ്റ്റ് കിഡാണ്. സോ എൻ്റെ വീട്ടിലായാലും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൂടുതൽ അങ്ങനെ അച്ഛൻ്റെ അടുത്തായാലും കൂടുതൽ അടിയൊന്നും കിട്ടാതെ തന്നെയായിരുന്നു ഞാനും വളർന്നത്. സോ ഇപ്പം അമ്മയ്ക്കായാലും ആക്ച്വലി സ്ട്രോങ് പേഴ്സൺ ആണ് എൻ്റെ അമ്മ. ബിക്കോസ് എല്ലാ കാര്യവും ഇപ്പോൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിട്ട് എൻ്റെ കല്യാണക്കാര്യമെല്ലാം അച്ഛൻ്റെ ലോസിന് ശേഷം പുള്ളിക്കാരി എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് എല്ലാം ഒന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ അമ്മയ്ക്കായാലും ഒരു വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം ഞാനും അമ്മയായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വഴക്കിനായാലോ എന്തെങ്കിലും കളിയാക്കലായാലോ ഉപദ്രവമായാലോ ഞാനും അമ്മയായിരുന്നു ആ ഒരു ബോണ്ടിങ്. ഇപ്പം അത് പോകുന്നത് മാത്രമല്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോഴായാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്കായാലും അത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണത്. ഞാനോളം 5 years ഡിഫറൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു സിസ്റ്റർ റിലേഷൻ ഇല്ല. ഡി വാടി പോടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ സാരി ഡ്രേപ്പിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റും അവളാണ്. സോ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ ഞാൻ അവളെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ഫോർ ഷുവർ അവൾ എന്തായാലും അവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും മിസ് ചെയ്യും. പിന്നെ ഒരു പേടിയില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. സോ അതൊരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ദേവുവിനും അഭിക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് നല്ലൊരു ലൈഫ്, അവർക്ക് നല്ലൊരു ലൈഫ് ദൈവം ഹാപ്പി ആയിട്ടിരിക്കട്ടെ രണ്ടുപേരും. വേറെ ഹായ് ദേവ് ആൻഡ് അഭി, നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു നിങ്ങളുടെ കല്യാണം, ഹൽദി, റിസപ്ഷനൊക്കെ. ദേവിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര കെയറിങ്ങും ലവിങ്ങും ബോൾഡും ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ അഭിയും, അവനും ഭയങ്കര കെയറിങ് ആണ് ദേവിൻ്റെ കൂടെ. പിന്നെ നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഇതുപോലെ ഭയങ്കര ലവിങ്ങും കെയറിങ് ആയിട്ട് എന്നും മുന്നോട്ട് പോട്ടെ. യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് ആണ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടനെയും ചേച്ചിയുടെയും കല്യാണത്തിനാണ്. ഞങ്ങൾ ആക്ച്വലി ഞാൻ +1 പഠിക്കുമ്പോൾ അവ +2 പഠിക്കുമ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്തത്. സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അതിനുശേഷം കുറച്ച് ഹാപ്പി ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസും കുറച്ച് വഴക്കുകളൊക്കെ വരും. പക്ഷെ നമ്മളത് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകും. നന്നായിട്ട് പാടും, പിന്നെ കെയർ ചെയ്യും. അത്യാവശ്യം എല്ലാ കാര്യത്തിനും നോക്കി ചെയ്യും. ഇപ്പം ഹെൽപ്പിംഗ് ആണെങ്കിലും കെയറിങ് ആണെങ്കിലും എന്തുണ്ടെങ്കിലും ചോദിച്ച് ചെയ്യാറുണ്ട്. എന്താ ആവശ്യം, എന്താ വേണ്ടതൊക്കെ ചോദിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പ്രപ്പോസൽ ഞാനാണ് ചെയ്തത് ഫസ്റ്റ്. എനിക്ക് സ്കൂളിൽ +2 എനിക്ക് ഇവിടെ നേരത്തെ അറിയാം. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു. നമ്മൾ ഒരേ ബസ്സൊക്കെ ആയിരുന്നു. അതിനുശേഷം ആ സമയം നമ്മൾ കുട്ടികളായിരുന്നു. ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് +2 when I saw her the first time, അവളെ കണ്ണ് എന്നെ കൊന്നു എന്ന് വേണം പറയാൻ. സോ അങ്ങനെ ഞാൻ വീഴുന്നു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഹർ. ഷീസ് വെരി ലവിങ്, ഷീസ് വെരി കെയറിങ്. 10 വർഷം വെയിറ്റ് ചെയ്തതിന് വേണ്ടി, 20 വർഷത്തിന് വേണ്ടി. സോ വെരി ഹാപ്പി ടു ഹാവ് ഹർ ഇൻ മൈ ലൈഫ്. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി
സരസീരുഹ മധുവാദീനി. സോ ഈ ഒരു മൊമെന്റിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ 10 years of love, ഒരു എന്താ പറയാ, എന്താ പറയണ്ട അതിന് ചേട്ടാ, സക്സസ് ആണ്. സോ ഇപ്പോൾ 10 years of love സക്സസ് ആയിട്ട് പോകുന്നു. അതിപ്പോൾ ഒരു പുതിയൊരു ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. സോ വെരി ഹാപ്പി. നമ്മള് ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. ലൈക്ക് എല്ലാ കാര്യങ്ങളും, ലൈക്ക് ഏജ് ഒരു കുട്ടി വളർന്നു വരുന്ന എല്ലാ സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് വന്നു. അതായത് സീക്രറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഇന്നും ഞാൻ പുറത്താണ്, ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ മിക്കവാറും എവറി വീക്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആ വീക്കിൽ നടന്ന എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. 7 years 8 years ആയിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ അവർ രണ്ടുപേരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ. ആൻഡ് ഐ എം ഗിവിങ് യു ഓൾ ദി ബെസ്റ്റ്. ദേവു എൻ്റെ ചേട്ടൻ്റെ മോളാണെങ്കിലും എൻ്റെ മോളെ പോലെയാണ്. ഞാൻ എല്ലാ ആഴ്ചയും കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ വരുമ്പോഴും ഞാൻ അവളെ കാണുമ്പോഴത്തേക്കും എൻ്റെ മോള് UK യിലാണ്. അവളില്ലാത്തതിൻ്റെ ഒരു പ്രസൻസ് ഞാൻ ദേവുൻ്റെ കാണാറുണ്ട്. അവൾ റിയലി ഒരു വളരെ കോപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാവരുടെ അടുത്തും നല്ല ഒരു സൗഹൃദം കാത്തുകൊള്ളുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ വളരെ ക്യൂട്ടാണ്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗേൾ, സ്വീറ്റ്, നല്ലൊരു ക്യൂട്ടസ്റ്റ് ഗേൾ എന്ന് പറയാം. എൻ്റെ മോളുടെ പ്രായമാണ് അക്ഷയും. ഇപ്പം രണ്ടുപേരും എനിക്ക് ട്വിൻസിനെ പോലെയാണ്. എനിക്ക് 2 ട്വിൻസായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അക്ഷയും ധനുജയും പിന്നെ അച്ചു സച്ചു, അങ്ങനെ 2 ട്വിൻസായിട്ട് ആണ് എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫ്രം അവർ ബോട്ടം ഓഫ് അവർ ഹാർട്ട്. താങ്ക് യു.